ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നലെ പൊങ്കലായിരുന്നു. അപ്പോൾ പൊങ്കൽ വിഷസ് ടു എവ്രി വൺ. ഇനിയ പൊങ്കൽ നൽ വാഴ്ത്തുക്കൾ. അപ്പോൾ വീട്ടിൽ പൊങ്കലിൻ്റെ ദിവസം എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. രാവിലെ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ബിക്കോസ് എനിക്ക് ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അതെല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ വീട്ടിൽ പൊങ്കലൊക്കെ വെച്ച് എങ്ങനെയാണെന്നുള്ളത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ രാവിലെ തന്നെ നമുക്ക് ഉണ്ടായ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ പണിയാരം ഉണ്ടായിരുന്നു, പരിപ്പ് വടി ഉണ്ടായിരുന്നു, അതേമാതിരി തന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ള ചട്നി, അതായത് പണിയാരത്തിനുള്ള ഉള്ളിയും തക്കാളിയുള്ള ചട്നി, പിന്നെ കടലക്കറി. ബിക്കോസ് പുട്ട് നമുക്കുണ്ടായിരുന്നു, ചിരട്ടപ്പുട്ടാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള രീതിയിൽ വേണ്ടിയിരുന്നത്. അതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി. ബിക്കോസ് ഇത് രാവിലെ നേരത്തെയുള്ള ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ലൈക്ക് 7:30 7:45 ആകുമ്പോഴേക്കും തന്നെ ക്ലയൻറ്റിന് ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഡെലിവറി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വന്ന് കാര്യങ്ങൾ നോക്കിയത് എനിക്ക് പൊങ്കൽ ലഞ്ച് ഉണ്ടായിരുന്നു. പൊങ്കൽ ലഞ്ചിൻ്റെ മെനുവിൽ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, പൊങ്കൽ സാമ്പാർ, അതേമാതിരി തന്നെ മെതുവട, ഉരുളക്കിഴങ്ങ് കാരപ്പൊരിയൽ, അതേമാതിരി ബീൻസ് പൊരിയൽ, ഇതൊക്കെയായിരുന്നു നമ്മുടെ മെനുവിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ എല്ലാം നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം ആക്കി വെച്ചു. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ, ലഞ്ച് എന്ന് പറയുന്ന സമയത്ത്, അതും നല്ലൊരു ദിവസത്തെ ഒരു ലഞ്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വൈകരുത്. ഓക്കെ, അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണമെന്ന്. സോ വട ഓൾറെഡി, മെതുവട ഓൾറെഡി ഉണ്ടാക്കി. അത് കൂടാതെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ കദംബ സാമ്പാർ പോലെയാണ് വരുന്നത് പൊങ്കൽ ദിവസം. ബിക്കോസ് ഈ ഒരു സാമ്പാർ റൈസിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ വെൺ പൊങ്കലിൻ്റെ കൂടെയും കഴിക്കും. ഓക്കെ, വെൺ പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി പൊങ്കൽ. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ക്യാബേജ് കൂട്ടാണ്. പിന്നെ ഇത് ബീൻസ് പൊരിയൽ. എല്ലാം തമിഴ്നാട് രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പൊട്ടേറ്റോ കാര പൊരിയൽ. അപ്പോൾ ആ ഒരു പെരുംജീരകത്തിൻ്റെ ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. ഇത് അടിപൊളിയായിട്ടുള്ള തക്കാളി രസം താങ്ക വെച്ചിരിക്കேன். ഇത് കൂടെ വെച്ച് சாப்பிடும்போது ரொம்ப அருமையாக இருக்கும். இனி നമ്മൾ നല്ല ക്രീമി ആയിട്ടുള്ള വെൺ പൊങ്കൽ, നല്ല നെയ്യെല്ലാം போட்டு, കുരുമുളക്, ജീരകം, அப்புறம் முந்திரி எல்லாம் போட்டு, முந்திரி பருப்பெல்லாம் போட்டு சும்மா அட்டகாசமாக இருக்கும். ഇത് സക്കര പൊങ്കൽ, നമ്മുടെ എന്താണ് പറയുക, പായസം പോലെ ഉണ്ടാവും. പക്ഷെ ചെറുപരിപ്പിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാം റെഡിയായി. ആൻഡ് യെസ്, ഇതാ നമ്മൾ വിളമ്പാൻ പോവുകയാണ്. പ്രസാദമായിട്ടുള്ള രീതിയിൽ ആദ്യം തന്നെ വിളമ്പി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും പാക്ക് ചെയ്തത്. ഉപ്പ് വെച്ചിരിക്കோம், അത് மட்டுமில்ல 2 മെതുവട, அதுக்கப்புறம் நம்ம பொரியல் വെച്ചിരിക്കோம். അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പൊരിയലാണ് വെക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ക്യാബേജ് കൂട്ട്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 പൊങ്കലാണ് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാഴയിലയിൽ നമ്മൾ അത് വിളമ്പി പൂജയുടെ ഇതിൽ വെച്ചതിന് ശേഷം മാത്രമാണ് ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ചക്കര പൊങ്കൽ. அதுக்கு பக்கத்திலே ரொம்ப க்ரீமியான ஒரு வெண்பொங்கல். அதுக்கப்புறம் சாப்பாடு வச்சாச்சு. சாப்பாட்டுக்கு நடுவில் സാമ്പാർ ഊറ്റിയാச்சு. അപ്പോൾ സാമ്പാറൊക്കെ ഒഴിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വിട്ടു പോയത് അപ്പളമാണ്. അതായത് പപ്പടമല്ല, അപ്പളം, തമിഴ്നാട് സ്റ്റൈലിലുള്ള അപ്പളം. അത് എന്താണ് പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് വെച്ച് പൂജയ്ക്ക് വെക്കുന്ന സമയത്താണ് അപ്പളം വെച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ അപ്പളം വെക്കുന്നത്. അപ്പോഴേക്കും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രസമും വെച്ചാച്ച്.
நம்ம பொங்கல் சாப்பாடு எப்படி இருக்குன்னு சொல்லுங்கள். அப்போ പൊങ്കൽ എല്ലാ പൊങ്കലിൻ്റെ എല്ലാ സംഭവവും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓർഡർ ചെയ്ത എല്ലാവരും പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് വിനി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒത്തൻറ്റിക് ട്രഡീഷണൽ ആയിട്ടുള്ള തമിഴ്നാട് ആ ഒരു ഫീൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾക്ക് വേണ്ടതും. സോ ഹോം ഫുഡ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞ് വേഗം ഡെലിവറി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പണികൾ തുടങ്ങാൻ ഇനിയും ബാക്കിയുണ്ട്. ബിക്കോസ് എന്താ വെച്ചാൽ വൈകുന്നേരത്തെ ഓർഡേഴ്സ് ബാക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഓടിപ്പോയി അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരത്തെ പണി തുടങ്ങി. ഇത് വിനീസ് കിച്ചൺ ഫേമസ് കൊറിയൻ ബൺസ്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ വെജിറ്റബിൾ ബോൾസാണ്, എന്താണ് പറയുക, കോഫ്ത ബോൾസാണ് നമ്മൾ ഉള്ളത്. കോഫ്ത കറിക്കുള്ള ബോൾസാണ് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കുകയാണ്. എന്താ വെച്ചാൽ വെജിറ്റബിൾ കോഫ്ത ബോൾസാണ് അവർക്ക് വേണ്ടിയിരുന്നത്. സോ മലായി പോലെയുള്ള കോഫ്താസാണ് വേണ്ടിയിരുന്നത്. സോ എന്താണ് പറയുക, ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. സോ അവരുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റി. ഒരു ദിവസം എന്ന് പറയുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ വരയ്ക്കും ഭയങ്കര ബിസി ആയിരിക്കും എല്ലാ ദിവസങ്ങളും. സോ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് അതാത് സമയത്തിന് നമ്മൾ ഡെലിവറി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അവർ ഓർഡർ ചെയ്തത് കൊറിയൻ ബൺസ്, ചിക്കൻ 65, അതേമാതിരി തന്നെ പിന്നെ അവർ ഓർഡർ ചെയ്തത് ചിക്കൻ കറി, എന്താണ് മറ്റേ ഇതിലെല്ലാം വന്നിട്ട് പെർട്ടിക്കുലർലി അവർ സ്പൈസിൻ്റെ ലെവലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുട്ടികളും കൂടി കഴിക്കുന്നത് കൊണ്ട് അവർക്ക് അധികം സ്പൈസ് വേണ്ടാന്ന്. ഇത് മലായ് ചിക്കൻ മലായ് വെജിറ്റബിൾ കോഫ്ത കറി. പിന്നെ അവർ ചോദിച്ചിരുന്നത് വൈറ്റ് പുലാവാണ്. വൈറ്റ് പുലാവ്, പിന്നെ എന്താണ് പറയുക, ഹരാബറ കബാബ്സ്. അപ്പോൾ വിനീസ് കിച്ചൻ്റെ വൈറ്റ് പുലാവ് ഭയങ്കര ഫേമസ് ആണ്. ബിക്കോസ് ആ വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ക്രീമി പുലാവ്, പിന്നെ അതാ നമ്മുടെ ഹരാബറ കബാബ് എല്ലാം തന്നെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആക്കി കറക്റ്റായിട്ട് ഞാൻ എപ്പോഴും ഒരു ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കസ്റ്റമർക്ക് ഞാൻ മെസ്സേജ് അയക്കുക ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ വന്നിട്ട് നിങ്ങൾ എടുത്തിട്ട് പോയിക്കോളൂ, നമ്മുടെ സംഭവം റെഡിയാണ് എന്നുള്ളത്. അല്ലാതെ ലാസ്റ്റ് മിനിറ്റിന് വെക്കാറേ ഇല്ല. ഇതൊക്കെയാണ് പൊങ്കൽ ദിവസം നടന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ചെറിയൊരു വ്ളോഗാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഒരു ദിവസമാണ് ഷെയർ ചെയ്തത്.